എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. Sky Wave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. പ്രശ്നങ്ങൾ ചർച്ചയാകുന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഹോൾഡ് ചെയ്ത് നിർത്തിക്കൊണ്ടാണ് സ്ക്രീനിംഗ് കമ്മിറ്റി എന്ത് ചെയ്യുന്നത്, അജിത് കുമാറിന് ക്ലിയറൻസ് കൊടുക്കുന്നത്. പത്രക്കാരൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട നിങ്ങളുടെ ബുദ്ധി കൂടി ഉപയോഗിച്ച് ആലോചിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആരാണ് ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയിലുള്ളത്? ചീഫ് സെക്രട്ടറി കഴിഞ്ഞാൽ പോലീസ് സീനിയർ ADGP ഉദ്യോഗസ്ഥരാണ്. അതിൽ വിജിലൻസിന്റെ ഡയറക്ടർ ഉണ്ട്. ആ വിജിലൻസിന്റെ ഡയറക്ടറുടെ കീഴിലുള്ള SP-മാരും DYSP-മാരുമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അപ്പം ഇതിലൊരു ഉദ്യോഗസ്ഥൻ സത്യസന്ധമായ നിലപാടെടുത്തപ്പോ ആ ഉദ്യോഗസ്ഥരെയും കൂടി തലക്കടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, വിജിലൻസിന്റെ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ക്ലിയറൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കേസ്, ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും കഴിയാൻ പോകുന്നില്ല. ഈ പറയുന്ന അജിത് കുമാറിനെ തൊടാൻ പിണറായി വിജയന് സാധിക്കില്ല. അജിത് കുമാറിന് എതിരെ ഒരു നടപടി സ്വീകരിച്ചാൽ അജിത് കുമാർ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ട് പോകും. അജിത് കുമാറൊക്കെ വീട്ടിലേക്ക് പോകുന്ന ആരും കരുതണ്ട. അജിത് കുമാർ വീട്ടിലേക്ക് പോകുമ്പോൾ അജിത് കുമാറിന്റെ കയ്യിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഒരു കയ്യുണ്ടാവും. അവിടെയാണ് ഈ കാര്യങ്ങൾ നിൽക്കുന്നത്. ഇന്നിപ്പോ പൂരം കലക്കിയ വിഷയം എന്താ റിപ്പോർട്ട് ഇപ്പൊ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ. അവിടെ തിരുവമ്പാടി ദേവസ്വം പൂരം കലക്കിയത് എങ്ങനെയുണ്ട്? പൂർണ്ണമായിട്ടും ഓരോ ഘട്ടത്തിലും ഈ റിപ്പോർട്ട് ഇനി കോടതിയിൽ കൊടുത്തെങ്കിലേ നമുക്കൊരു സ്ഥിരപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ട കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാം പോട്ടെ, റിദാൻ ബാസിൻ കേസ് അവിടെ നിൽക്കട്ടെ, സ്വർണ്ണക്കള്ളക്കടത്ത് അവിടെ നിൽക്കട്ടെ, ഈ പറയുന്ന ഞാൻ ഉന്നയിച്ച മറ്റു പരാതികൾ അവിടെ നിൽക്കട്ടെ, അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് ഞാൻ കൃത്യമായി കൊടുത്ത ഡോക്യുമെന്റ് 33,80,000 അദ്ദേഹം എന്ത് വാങ്ങുന്നു, ഫ്ലാറ്റ് വാങ്ങുന്നു, 10 ദിവസം കഴിഞ്ഞ് 65 ലക്ഷത്തിന് വിൽക്കുന്നു. 33,80,000 രൂപ റൊക്കമായി പണമായി കിട്ടിയെന്നാണ് ആധാരത്തിൽ എഴുതിയിരിക്കുന്നത്. വാങ്ങുമ്പോ വിൽക്കുമ്പോഴും അതേപോലെ തന്നെയാണ്. സർക്കാർ അക്കൗണ്ടിൽ നിയമപരമായിട്ട് മുടക്കേണ്ട ഒരു പൈസ മുടക്കിയിട്ടില്ല. പരിപൂർണമായും ഒരു കള്ളപ്പണ ഇടപാട്. ആ ഒരൊറ്റ കാര്യം മതി. ഈ പറയുന്ന ഇപ്പൊ ഈ അന്വേഷണം റിപ്പോർട്ട് കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇതിന് ഉത്തരം പറയേണ്ടി വരും. നമുക്ക് തന്നെ കൈ കഴുകി കളയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളത്. ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കോടതിയെ ഡയറക്റ്റായിട്ട് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ പരാതിയിലും കൊടുത്ത തെളിവുകളിലുമുണ്ട്. ഏതൊരു സാധാരണ മനുഷ്യനും 10 മിനിറ്റ് കൊണ്ട് മനസ്സിലാകുന്നതിന് തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.